ഹലോ, നമ്മളപ്പോൾ ഇന്ന് കുക്കറിലൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയാണ്. ഇത് രണ്ടും നല്ല വൃത്തിയായിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ, അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടി. കുറച്ചേ ഒഴിക്കാവുള്ളേ. അപ്പോൾ നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ട് അതും നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. അതും വെള്ളമൊന്നും കുറേ ചേർക്കാണ്ട് അരച്ചെടുക്കണേ. ഇനി ഇത് രണ്ടും മാറ്റി വെക്കുക. എന്നിട്ടൊരു നമ്മുടെ കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യിട്ട് നന്നായി മെൽറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ സ്പൈസസ്, പട്ട, കരയാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. സ്പൈസസ് ഇട്ടതിന് ശേഷം 2 പച്ചമുളക് നടുന്ന് കീറിയത് ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കുക. പിന്നെ നമുക്ക് ഒരു ചെറിയ സവാള നന്നായി അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചെറിയുള്ളിയുടെ പേസ്റ്റില്ലേ, അതും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ പുതിന മല്ലിയില മിക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്ത് ആ പേസ്റ്റിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കൂടുതലും മാംസമുള്ള പീസസ് ഇടാൻ ശ്രദ്ധിക്കൂ കേട്ടോ. ചിക്കൻ ഇട്ടതിന് ശേഷം ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇനി നമുക്ക് വേണ്ട ചേരുവകൾ ചേർക്കാം. മസാലപ്പൊടികളാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഈ മിക്സിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മസാലകളുടെ പച്ചമണം മാറണ വരെ നമ്മളൊന്ന് അടുപ്പത്ത് വെക്കണം. അതിന് ശേഷം നമുക്കിതിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസായ തൈര് ചേർക്കാം. തൈര് ഒഴിക്കുന്നതിന് പല ഗുണങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റിൻ്റെ ടെൻഡർനെസ് കൂട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ വേറെ ആയിട്ട് വരും. പിന്നെ പറയുന്ന ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദമ്മിടുമ്പോൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്തും. എന്നിട്ട് ഇത് നമുക്ക് കുക്കറിൽ വിസിലിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അരി ഇടാനുള്ള പ്ലാൻ നോക്കാം. ഞാനപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് റൈസാണ്. അതിന് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിന് ശേഷം അരിയും കൂടി ഇട്ട ശേഷം അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിരുന്നുണ്ട്. റൈസ് അങ്ങനെ സ്റ്റിക്കി ആവാണ്ടിരിക്കാനാണ് നാരങ്ങ ഒഴിച്ചത്. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളയണേ. അരി കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഒന്നുകൂടി നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട ശേഷം നമുക്ക് കുക്കർ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കണ വരെ വീണ്ടും ഒന്ന് ഇതാക്കുക. അതിന് ശേഷം പയ്യെ അതിൻ്റെ എയർ ഒന്ന് തുറന്ന് വിടുക കേട്ടോ. അപ്പം നമ്മുടെ വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. കുറച്ച് നേരം ഒന്ന് തുറന്നിരുന്ന് കഴിയുമ്പോൾ എല്ലാം സെറ്റാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.